ആയിട്ടുള്ളവരെ നമ്മൾ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ 10 വർക്കേഴ്സിനെയാണ് പറഞ്ഞു വിടുന്നത്. ഒരു ചോദ്യം അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഒരു ഉടമയുടെ സ്ഥാപനത്തിൽ ജോലിക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കുറച്ചധികം തൊഴിലാളികളെ ജോലിക്ക് നിയോഗിച്ചിരുന്നു. ഇപ്പോൾ ബിസിനസ് അല്പം മോശമാണ്. അപ്പോൾ അധികമുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുവാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. തീർച്ചയായും സാധിക്കും. കാരണം ആവശ്യത്തിൽ കൂടുതലുള്ള തൊഴിലാളികളെ ജോലിക്ക് വെച്ചുകൊണ്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് പലപ്പോഴും പ്രായോഗികമായിരിക്കില്ല. കാരണം ഈ ആവശ്യത്തിൽ കൂടുതലുള്ള തൊഴിലാളികൾ ഒരു ഡെഡ് വെയ്റ്റാണ്. ആവശ്യമില്ലാതെ നമ്മൾ വഹിക്കേണ്ടതായ ഒരു ഭാരമാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. ആവശ്യത്തിൽ കൂടുതലുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് റിട്രെഞ്ച്മെൻറ്റ്. റിട്രെഞ്ച്മെൻറ്റ് എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് തൊഴിൽ തർക്ക നിയമത്തിലെ വകുപ്പ് 25F സെക്ഷൻ 25Fലാണ് റിട്രെഞ്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അധികമുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്നും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ടതായ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അധികമുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രധാനം ആയിട്ടുള്ളത് ഏറ്റവും ജൂനിയറായിട്ടുള്ള തൊഴിലാളിയെ വേണം ആദ്യമായി ജോലിയിൽ നിന്നും റിട്രെഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടാനുസരണമുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട് സാധിക്കുകയില്ല. ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു വിടേണ്ടത് 10 തൊഴിലാളികളെയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യമായി നമ്മൾ പറഞ്ഞു വിടേണ്ടത് ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള തൊഴിലാളിയായിരിക്കണം. അതിനുശേഷം അങ്ങനെ ഓരോ ക്രമത്തിൽ വേണം, ഏറ്റവും ജൂനിയർ മോസ്റ്റ് എന്ന രീതിയിലുള്ള ക്രമത്തിൽ വേണം നമ്മൾ 10 തൊഴിലാളികളെയും ജോലിയിൽ നിന്നും ഒഴിവാക്കുവാനായി. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു സീനിയോറിറ്റി ലിസ്റ്റ്, ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സീനിയോറിറ്റി ലിസ്റ്റ് സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ നമ്മൾ പബ്ലിഷ് ചെയ്യണം. തൊഴിലാളികളോട് ചോദിക്കണം, നിങ്ങളുടെ ഈ സീനിയോറിറ്റി ലിസ്റ്റിനെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അറിയിക്കാൻ വേണ്ടി പറയണം. നമുക്കൊരു 1 വീക്ക് ടൈം കൊടുക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിലാണ് തർക്കം വരുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ് വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ സീനിയോറിറ്റി കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തൊഴിലാളികൾ പറയും നമ്മുടെ അടുത്ത്. അത്തരം തർക്കങ്ങൾ ജെന്യുവിനാണെങ്കിൽ അത് പരിഹരിക്കണം. അതിനുശേഷം ഒരു ഫൈനലായിട്ടുള്ള ഒരു സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ സീനിയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ 10 വർക്കേഴ്സിനെയാണ് പറഞ്ഞു വിടേണ്ടതെങ്കിൽ 10 വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവർക്കൊരു നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് 1 മാസം മുമ്പെങ്കിലും നോട്ടീസ് കൊടുക്കണം. അങ്ങനെ നോട്ടീസ് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസിന് പകരമായി ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നോട്ടീസ് പേ ആയിട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനാണ്. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 1 വർഷത്തെ സർവീസിന് 15 ദിവസത്തെ ശമ്പളമാണ്. അപ്പോൾ അവരുടെ ഒരു ശമ്പളം 10,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിൽ 15 ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് 5,000 രൂപയായിരിക്കും. 10,000 രൂപ പ്രതിമാസ ശമ്പളം ഉള്ളവരുടെ അരമാസത്തെ ശമ്പളം 15 ദിവസത്തെ ശമ്പളം 5,000 രൂപയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ്. 2 രീതിയിൽ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കണക്ക് കൂട്ടുന്നതിന് 2 രീതികളെക്കുറിച്ച് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രീതി 1 മാസത്തെ ശമ്പളത്തെ 26 കൊണ്ട് ഹരിച്ചതിന് ശേഷം 15 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അതും കോടതി ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു രീതി 1 മാസത്തെ ശമ്പളത്തെ 30 കൊണ്ട് ഹരിച്ചുകൊണ്ട് 15 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അതും ശരിയാണെന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ തൽക്കാലം ഈ അരമാസത്തെ ശമ്പളം 10,000 രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് 5,000 രൂപ നമുക്ക് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനായിട്ട് കൊടുക്കാം. ആ ശമ്പളം റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ തുക കുറവാണെന്ന് തൊഴിലാളിക്ക് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം പരാതി ഉന്നയിക്കട്ടെ, അന്നേരം നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അധികമുള്ള തൊഴിലാളിയെ ജോലിയിൽ നിന്നും ഒഴിവാക്കേണ്ടത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിട്രെഞ്ച്മെൻറ്റ് വളരെ ജെന്യുവിനായിരിക്കണം. നമുക്ക് അധികമുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് തലസ്ഥാനത്തേക്ക് താങ്കൾ പുതിയ തൊഴിലാളികളെ ജോലിക്ക് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മൾ അധികമുള്ള തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു എന്ന് പറയുമ്പോൾ അത് അധികമുള്ള തൊഴിലാളികൾ തന്നെയായിരിക്കണം. താങ്കൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള തൊഴിലാളികളായിരിക്കണം. വീണ്ടും തൊഴിലാളികളെ താങ്കൾ ജോലിക്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റിട്രൻറ്റ് ചെയ്ത തൊഴിലാളികൾക്ക് വേണം മുൻഗണന കൊടുക്കുവാനായി. അതായത് ആ തൊഴിലാളികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഇവിടെ വാക്കൻസി ഉണ്ട്, താങ്കൾ ജോലിക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്ത് ആ തൊഴിലാളികളെ നമ്മൾ ജോലിക്ക് വേണ്ടി ക്ഷണിക്കണം. അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പകരം വേറെ തൊഴിലാളികളെ ജോലിക്കെടുക്കാം. പക്ഷേ റിട്രൻറ്റ് ചെയ്ത തൊഴിലാളികൾക്ക് ജോലി ഓഫർ ചെയ്തതിന് ശേഷം മാത്രം അവർ ജോലിക്ക് വരുന്നില്ലെങ്കിൽ മാത്രമേ പുറത്തു നിന്നുള്ള വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് ആ ഒഴിവുകൾ നികത്തുവാൻ സാധിക്കുകയുള്ളൂ.